ഞാൻ സൺഷെയ്ഡിലാണ്. ഷെയ്ഡില്ലാത്ത 2 കുട്ടികളുണ്ട് പാവപ്പെട്ട. ഉണ്ണിമോളും ഉണ്ണിമോനും അവരൊക്കെ നട്ട് അതിന്റെ വേല നിൽക്കുന്നുണ്ട്. എന്തായാലും കാണുമ്പോ നമുക്ക് എല്ലാം വേഗം പോവാണല്ലേ സാധനം കഴിച്ചിട്ട്. ഹലോ, അസ്സലാമു അലൈക്കും, നമസ്കാരം. അപ്പം നമ്മുടെ വർക്കല പോയ ട്രിപ്പിന്റെ 2ാമത്തെ ദിവസത്തെ വ്ളോഗാണ് കേട്ടോ. ഫസ്റ്റ് ഡേ കാണാത്തവർക്ക് വേണ്ടിയിട്ട് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, എൻ്റെ സ്ക്രീനിൽ കൊടുക്കാം കേട്ടോ വീഡിയോ. അപ്പം ഞാനിതാ രാവിലെ ഞങ്ങൾ എണീറ്റു. നീ കട്ട ഹീലിട്ട് ഞാൻ ഫ്ലാറ്റാ ഞാൻ വീഡിയോയിലിട്ടു കേട്ടോ. അപ്പൊ ഹലോ, അസ്സലാമു അലൈക്കും, ഗുഡ് മോർണിംഗ്. ഞങ്ങളുടെ 2ാമത്തെ സൺവ്യൂ ബീച്ച് റിസോർട്ടിലത്തെ 2ാമത്തെ ദിവസമാണ് കേട്ടോ. അപ്പൊ ഇന്നത്തെ ഒരു ദിവസത്തെ വിശേഷം കൊണ്ട് കാണിച്ചു തരാം. അപ്പൊ ഞങ്ങൾ അതെ, നമ്മുടെ സ്പെഷ്യൽ ഐറ്റം എപ്പോഴും നമുക്ക് റിസോർട്ടിൽ പോയാൽ സ്ഥിരം നമ്മളെ കോംപ്ലിമെന്ററി ബ്രേക്ക്ഫാസ്റ്റ് ആണല്ലോ മെയിൻ. അപ്പൊ നമ്മളെന്നാൽ അത് കഴിച്ചിട്ട് വരാം അല്ലേ. കാരണം വിശന്നിട്ട് എനിക്ക് ഒരു ഐഡിയ കിട്ടും. ഇവിടെ ഒരു 10 മണി 11 മണി ആകുമ്പോൾ ഇവിടുത്തെ ഷോപ്സ് ഒക്കെ അടക്കും. അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് ഫുഡൊന്നും കഴിക്കാൻ കിട്ടൂല. അപ്പൊ ചില ഉറക്കില്ലാത്ത ജീവികൾ ഇന്നലെ ഇവിടെ കൂടെ ഒക്കെ നടന്നിരുന്നു, പക്ഷെ പൈസ ഒന്നും ചെലവായില്ല. ഇവളുമാരെ ഇന്നലെ മറ്റേ ഞങ്ങളൊക്കെ ഉറങ്ങാൻ ഇവളുമാരെ ഇന്നലെ കറങ്ങാൻ വയ്ക്കുക, പക്ഷെ ഒന്നും പൈസക്കൊന്നും ചെലവ് വന്നില്ല. കാരണം കടക്കാരൊക്കെ പൂട്ടി ഉറങ്ങാൻ പോയിന്. നല്ല മനുഷ്യന്മാര്. നമുക്ക് ഇങ്ങടുന്ന റിസോർട്ടിലേക്ക് എപ്പോഴും ടൂർ വരണം, കാരണം പൈസക്ക് വലിയ ചെലവ് വരുന്നില്ല. ഒക്കെ 3 കൂടി ഇവിടെ വായം പൊളിച്ചിരുന്നു തോന്നുന്നുണ്ട്. അപ്പൊ അപ്പൊ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു വന്നിട്ട് വേണം ഞങ്ങൾക്ക് ഇനി ബീച്ചിൽ പോയിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുക്കണം. കടലിൽ ചാടിയിട്ട് ജലദോഷം ഉപ്പുവെള്ളം മുഖി കയറിയോ? മുഖി കയറി അടിച്ചിട്ട് അത് കഴിഞ്ഞ് വന്നിട്ട് ഞങ്ങൾ ഫിക്സ് ചെയ്തിട്ടില്ല. പ്ലാൻ ഉണ്ട്, പക്ഷെ ഒരു ദിവസം പോരാ അതിന്. അത്ര എല്ലായിടത്തും ഇവിടുന്ന് അത്യാവശ്യം ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പം ഒരു 2-3 ദിവസത്തേക്ക് വന്നാലുള്ള അതൊക്കെ നടക്കാം. പിന്നെ എന്തെങ്കിലും ഒരു കാര്യം നടത്തിയിട്ട് തിരിച്ച് ഞങ്ങളെ വീട്ടിൽ പോകണം അല്ലേ. വീട്ടിൽ പോകണം. അപ്പൊ ആദ്യം നമുക്ക് ചായ കുടിച്ച് അത് എല്ലാവരും ഉണർന്നു പോകുന്നുണ്ട്, നമുക്ക് വേഗം പോയി കുടിക്കാം. ആദ്യത്തെ പന്തിൽ നമുക്ക് കുഞ്ഞോസ് വേഗം പോവാണല്ലേ സാധനം കഴിച്ചിട്ട്. നോക്കാൻ ഏൽപ്പിച്ചതാ നടന്നുണ്ട്. ഗേൾസ് നോക്കി നോക്ക്. ഹായ്, ബീച്ചിലൊക്കെ ഇപ്പോഴേ കളി തുടങ്ങിട്ടോ. സായിപ്പുമാരോ? സായിപ്പുമാര്. അവർക്ക് വെയിലല്ലേ വേണ്ടേ, നമ്മളാണ് ഈ സൺസ്ക്രീൻ തേച്ച് പേടിച്ചിട്ടാണ് വെയിലത്തിറങ്ങുക. ബൊഫേണോ? ബ്രെഡും ജാമീനാണ് തുടക്കം. എന്തായാലും കാണുമ്പോ നമുക്ക് എല്ലാം പുട്ട് കഴിച്ച് ഞാൻ മടുത്തു. ഇഡ്ഡലി സാമ്പാർ ആയിരിക്കും. ഫ്രൂട്ട്സ് ആണ്, കടല ഒറ്റ സാധനം എന്താ നമുക്ക് എടുക്കാം. ഇത് വെറുതെ ഫോർമാലിറ്റി പാർട്ട്. കമ്പാരിറ്റീവ്ലി ഇവിടെ ഭയങ്കര കുറവാണ്. ഷാദൻ റിസോർട്ടിൽ ഒരുപാട് നമുക്ക് കൺഫ്യൂഷൻ ആയിപ്പോൾ എന്തൊക്കെ എടുക്കണമെന്ന്. പക്ഷെ ഇവിടെ ഭയങ്കര കറക്റ്റ് ആയിട്ടുള്ള സാധനം മാത്രമേ. ഞാൻ പെട്ടെന്ന് വീടാന്ന് ആലോചിച്ചത്. നല്ല വെയിറ്റ് ഉണ്ട്. ബോയിൽഡേക്ക് എടുത്തോ, മുട്ട ഇരിക്കട്ടെ. അല്ല, നീ ഒന്ന് എടുത്തോ, ഞാൻ പിന്നെ എടുത്തോളാം. ഇവിടെ ഇരുന്നു. ഇനി ഞാനൊരു പൊളിക്കും. ബോയിൽഡ് എഗ് ലാസ്റ്റ്. മമ്മയുടെ ഫേവറേറ്റ് ആയിട്ടുണ്ടേ ബോയിൽഡ് എഗ്. ലാസ്റ്റ് എഗ്. അപ്പൊ ഇവിടെ ഫേവറേറ്റ്. ഹായ്, ഉണ്ണിക്കുട്ടൻ ലൊക്കേഷൻ പിടിച്ച് സീനറിയിൽ ഇരുന്നിട്ടോ ചായ കുടിക്കണേ. ഏതാ കഴിപ്പ്. ചെറുക്കൻ അയർലൻഡിലെത്തി. സ്കില്ലെടുക്കാൻ തുടങ്ങി. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് അടുത്തത് സ്വിമ്മിങ്. എക്സസൈസ് മസ്റ്റാന്ന് പറഞ്ഞ്. അതിനിടയ്ക്ക് പിന്നെ ഇന്നലെ കണ്ടുവിട്ട് ഞങ്ങൾ അടുത്തൊരു ഡാൻസ് പ്രാക്ടീസ് ആണല്ലോ, അതായിരുന്നു ഈ കാണുന്ന കലാപരിപാടി.
ഇനി ഞങ്ങൾ പാക്ക് ചെയ്യാൻ പോട്ടെ. സൂക്ക് തിരിച്ച് പാക്ക് ചെയ്യുന്നത് ഇഷ്ടമല്ല. ഇങ്ങനെ ട്രിപ്പ് വന്നാൽ ട്രിപ്പ് ഇനിയിപ്പോൾ ഈ സ്ഥലത്ത് കഴിഞ്ഞില്ല. അങ്ങനെ ഒരു ദിവസത്തിന് കുബേരനാവുന്നത് ഇഷ്ടമല്ല. അങ്ങനെയൊക്കെയാണ് ഉള്ള പരിപാടികൾ. എന്ന് കുബേരനാണ് അപ്പോൾ ഞങ്ങൾ എന്തായാലും ഇനി പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. നമ്മൾ ലഗേജുകൾ കിടക്കണ നോക്കി നോക്കുക. ഇത് എടുത്ത് വെക്കലാണ് നമ്മൾ ആദ്യത്തെ പ്ലാൻ. കണ്ടോ റൂമെല്ലാം ഞങ്ങൾ നല്ല അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. ബാഗുകൾ കാരണം കിടപ്പുണ്ടല്ലോ. ഇനി ഇതെല്ലാം സെറ്റാണ്. കണ്ടോ കബോർഡൊക്കെ എന്തെങ്കിലും കാണിച്ചല്ലേ ഇന്ന് കണ്ടോ. കാരണം ഞങ്ങൾ നമുക്ക് ഒതുക്കി വെക്കാനുള്ള ടൈമിൽ പായല്ലേ ഞങ്ങളൊരു സ്ഥലത്ത് ഒരു സ്ഥലത്തേക്ക്. അപ്പോൾ ഇതെല്ലാം വലിച്ചു വരട്ട് കഴിഞ്ഞാൽ ഒക്കെ ഒന്ന് പാക്ക് ചെയ്തിട്ടോ. അതെ നമ്മളിങ്ങനെ എല്ലാം ഒന്ന് പാക്ക് ചെയ്ത് പാക്കിലാക്കട്ടെ. ഇന്നൊക്കെ അപ്പുറത്ത് സുഖമായിട്ട് ഉറങ്ങാൻ വയ്യ. നന്നായി. ഇത് ഇന്നോസിന്റെ ആണല്ലേ. സൂല് പോകാനാണ് ഞങ്ങൾ പ്ലാൻ ഇട്ടിരുന്നത്. അപ്പോൾ ഇതാ വീണ്ടും ഒരു നെഗറ്റീവ്. തിരുവനന്തപുരം സൂ അത്ര വലിയ സംഭവങ്ങളൊന്നുമില്ല കാണാൻ. നമ്മൾ തൃശ്ശൂരിൽ നിന്ന് അപ്പോൾ സൂ ഒഴിവാക്കിയല്ലോ, അവിടുത്തെ ആനിമൽസ് ഒക്കെ തന്നെയാണ്. അങ്ങനെയൊക്കെ ചില അഭ്യൂഹങ്ങൾ കേട്ടപ്പോൾ ഞങ്ങൾ തിരുവനന്തപുരം സൂവും ക്യാൻസൽ ചെയ്തു കേട്ടോ. പിന്നെ ആസ് യൂഷ്വൽ കുറച്ച് റീൽസും ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. ഈ ഡ്രസ്സിന്റെ ജീൻസ് എനിക്ക് ഷൈത്ത് വാങ്ങി തന്നായിരുന്നു കേട്ടോ. ഓൺലൈനല്ല, റെഡിമെയ്ഡ് ആയിട്ട് വാങ്ങി. രാവിലെ ഡ്രസ്സ് മാറ്റി അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് വീണ്ടും ഡ്രസ്സ് മാറ്റിക്കാണ്. ഇനി നമുക്ക് പുറത്ത് പോയിട്ടാണ് നല്ല ബീച്ചിൽ പോയിട്ട് കുറച്ച് ഫോട്ടോസ് വീഡിയോസ് എടുക്കണം കേട്ടോ. ആണ് ഇന്ന് നമ്മൾ തൊപ്പി അന്നത്തെ തൊപ്പിയല്ല ടെക്സ്റ്റ് പെട്ടെന്ന് ആ തൊപ്പി തോന്നുന്നു. പക്ഷേ ഇത് മുദ്ര ശ്രദ്ധിക്കണം. ഇത് തൊപ്പിയല്ല, വേറെ തൊപ്പിയാണ്. തൊപ്പി മസ്റ്റ് എന്ന് പറഞ്ഞാൽ മസ്റ്റ്. അമ്മാതിരി വെയിലാണ് പുറത്തിട്ട്, ഒരു രക്ഷയില്ലാത്ത വെയില. ഇതൊക്കെ ഞാൻ ഇന്നലെ കാണിച്ചിരുന്നില്ലേ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സ്റ്റുഡിയോയിൽ നിന്ന് എടുത്ത ആ ഒരു സെറ്ററാണ് കേട്ടോ. ഇത് കുറച്ച് മുന്നേ സെറ്റർ ഉണ്ടായിരുന്നു അവിടെ. എവിടെ പോയിട്ട് ഞങ്ങൾക്ക് ബീച്ചിൽ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ ബീച്ചിൽ നിന്ന് എടുക്കാനുണ്ട്. ഫോട്ടോസ് റീൽസ് ഒക്കെ ശേഷം ഞങ്ങൾ എന്റെ ഡ്രസ്സ് മാറ്റാൻ പോവില്ലേ നമ്മള് പോവണം. അല്ലാതെ ഇതിനോട് പോകുന്നു. സൂവിൽ പോവും. രാത്രി ഒരു 8 മണിക്കാണ് ഞങ്ങൾക്ക് ഇവിടുന്ന് ബസ് ഉള്ളത്. എനിക്ക് 7 മണിക്കാണ് ട്രെയിൻ ഉള്ളത്. അത് വേറെ കഥ. ഞാൻ പിന്നെ തന്നെ കഥ. മക്കളെ ബസ്സിൽ കയറാനല്ല, ബസ്സിൽ കയറിയാൽ ഫ്രണ്ടിലിരുന്ന് ബസ് എങ്ങനെ പോകണു, എങ്ങോട്ട് പോകണു, ആരോടിക്കുന്നു എല്ലാം ഒളുക്ക് കാണുകയാണെങ്കിൽ ബസ് ഒളുക്ക് പ്രശ്നമില്ല. പക്ഷെ നമ്മൾ ഈ നടുവിൽ കയറിയിരുന്നാൽ പോരാത്തതിന് സ്ലീപ്പറും കൂടിയല്ലേ കരയായിരുന്നു ബസ്സിലിരുന്നിട്ട്. അത്ര പേടിയാണ്. വീഡിയോ വെക്കണം. ഞങ്ങളെ ഷോക്കായി പോയി. ഇപ്പൊ അടുത്തിരുന്ന് ഇപ്പൊ കരഞ്ഞിട്ട് എന്തെങ്കിലും രാത്രി വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ബസ്സിലും ഇവിടെ കരയാ. ഇതിന് ഇറക്കി വിടാനും പറ്റില്ല. എങ്ങനെ ഒരു വിധം ഇറങ്ങി പോകാൻ ചാൻസ് ഉണ്ടെങ്കിൽ ഞാൻ ഇറങ്ങിപ്പോയിന്നോട്. അങ്ങനെ ഒരു വിധം വീഡിയോ എടുക്കുമ്പോൾ അടിയിൽ കിടന്ന് എങ്ങനെ ഒരുവിധം ഞങ്ങൾ ഓളന്നെ അവിടെ എത്തിച്ചു. ഞാൻ പിന്നെ കടന്നു തുടങ്ങിയിട്ട് അതിനൊരു സൊല്യൂഷൻ അറിയണില്ല. സമാധാനിപ്പിക്കാൻ ഞാനും വേറെ സൈക്കോ മോഡായത്. അപ്പൊ ഞങ്ങൾ വേറെ രക്ഷപ്പെട്ടു. ഞാൻ വേഗം കടന്നു. രാവിലെ ചോദിച്ചപ്പോ ആയത് നോക്കി സുലു ബസ്സിലുണ്ടോ, നമ്മൾ സുലു ബസ്സിലുണ്ടോ ഒക്കെ ഞാൻ ഇറങ്ങി പോകാൻ. അപ്പൊ ഇത് കൊളപ്പുള്ളി വഴി പോകണ കാരണം കൊണ്ട് പട്ടാമ്പിൽ അല്ലെങ്കിൽ പട്ടാമ്പിൽ ഇറങ്ങുന്ന ബസ് അല്ലെങ്കിൽ പട്ടാമ്പിൽ ഇറങ്ങിയിരുന്നു കേട്ടോ. അങ്ങനെയൊക്കെ ആയിട്ട് എന്തായാലും ഞങ്ങളെ ട്രിപ്പ് ഇവിടെ എത്തി. ഇനി തിരിച്ചു പോകാനുള്ള ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ബസ്സിലാണ് പോകുന്നത്. ട്രെയിനിൽ അത്ര നമുക്ക് എനിക്കൊരു ട്രെയിനായിട്ട് കംഫർട്ടുള്ളത്. അത്തിരി പോലെ ബെർത്തിന്റെ മേലെ ഓള് കിടന്നുറങ്ങും ട്രെയിനിൽ. അതിനൊന്നും നോക്കൊരു പേടിയില്ല. പക്ഷെ ബസ്സിലാണ് ഓൾക്ക് പേടി. ഓരോരുത്തർക്ക് ഓരോ പേടിയാണല്ലോ. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ യാത്രകൾ. അപ്പൊ ആദ്യം ഞങ്ങൾ കുറച്ച് ബീച്ചിൽ പോയിട്ട് കുറച്ച് ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. ഓക്കെ, ഞങ്ങളൊരുവിധം എല്ലാവരും ഒരുങ്ങിയിട്ടുണ്ട് കേട്ടോ. ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നല്ല പൊരി വെയിലാണ്. ഞാൻ സൺഷെയ്ഡിലാണ്. ഷെയ്ഡില്ലാത്ത 2 കുട്ടികളുണ്ട് പാവപ്പെട്ട. അപ്പം ഞങ്ങളിഞ്ഞ് ഈ ബീച്ചിൽ പോകണമെന്ന് ചിന്തിച്ചൂടാ. കാരണം 12 മണി നേരത്തെ ഒരു വെയിലേ ടാസ്ക്കാണ്. നിങ്ങൾ പ്ലറാണ് ഗേൾസ്. അതുള്ള പതിവില്ലേ, ബാക്ക് ഡാൻസേഴ്സ് ആണ്. അപ്പം ഞങ്ങൾ പോട്ടെ നട്ടിച്ച വെയിലത്ത്. ഡ്രസ്സൊക്കെ പാക്ക് ചെയ്തില്ല എല്ലാവരും? ഓൾ സെറ്റാണ്. എല്ലാ സാധനങ്ങളൊക്കെ നമ്മൾ പുറത്ത് വെച്ചിട്ടുണ്ട്. തുണിക്കുട്ടിയുടെ റൂമായിരുന്നു കേട്ടോ. ഇതാ പരിപാടികളൊക്കെ കഴിഞ്ഞു. പിന്നെ ഞങ്ങളത് ബീച്ചിലേക്ക് ഫോട്ടോ എടുക്കാൻ കൂടി പോകുന്നുണ്ട്. അതിനുള്ള പരിപാടിയിലാണ് കേട്ടോ. ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി ബീച്ച് സൈഡിലേക്ക് വന്നാട്ടെ. പക്ഷെ ഇവിടെ ഇളനീര് കണ്ടപ്പോൾ ഇങ്ങോട്ടാണ് എല്ലാവർക്കും ചായവ്. കാരണം അത്ര ചൂടാണ് ഇവിടെ. ലൊക്കേഷനൊക്കെ ഭയങ്കര അടിപൊളിയാണ്. പക്ഷേ വെയിലുണ്ടല്ലോ, എൻ്റെ പൊന്നോ അസഹനീയം. ഇതൊക്കെ നമ്മളെ സായിപ്പർക്ക് അത്ര പറ്റുള്ളൂ ഗായ്സ്.
ചേട്ടാ ആദ്യം നമുക്ക് ഫുഡ് കഴിക്കാൻ പോയല്ലോ അല്ലെ? ലഞ്ച് കഴിക്കാൻ പോവല്ലേ ആദ്യം? ഓക്കെ ചേട്ടാ. ഫിഷ് പൊള്ളിച്ചത്, ഫിഷ് മസാല, ഫിഷ് മോളി, ഫിഷ് ഫിഷ് പൊള്ളിച്ചത്, ഫിഷ് മസാല മോളി, ഫിഷ് തവ ഫ്രൈ. എല്ലാം ഓരോ പ്ലേറ്റ് പോരട്ടെ. സീ ഫുഡ് പ്ലാറ്റർ അതുണ്ടോ ചോദിക്കല്ലേ? അത് കാണുന്നുണ്ടോ ഇവിടെ? പ്ലാറ്റർ കാശ് ഇത്ര ഉള്ളൂ എല്ലാവർക്കും ഓർമ്മ. അതാ എന്തത് പേടിപ്പിച്ചളഞ്ഞു. ഇതുകൊണ്ട് ഇവിടെ ഒരു മീൻ പൊരിച്ചോട് വീട്ടിലോട്ട് നമുക്കൊരു കാര്യം ചെയ്യാം, ഫിഷ് കറി അതിൽ മാത്രം ഒന്നിക്കാം. ഈ കാശിൽ തിന്നാൻ മതി. ഓക്കെ. ആദ്യത്തെ മരത്തിന്റെ രക്ഷയില്ല. ഓ ഇവിടുത്തെ മീൽസ് ഡിഫറെന്റ് ആയിട്ടുണ്ട്. ഞാൻ എവിടെ പോയാലും മീൽസ് ആയിട്ട് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചപ്പാത്തി ഉണ്ട് ഇതിന്റെ കൂടെ, പിന്നെന്തൊക്കെയോ ഉണ്ട്. ഫൈനലി മീൻ ഈസ് ഹിയർ. എല്ലാരും ഭയങ്കര എന്തൊക്കെയോ ആവശ്യത്തിലാണ് കേട്ടോ. ഭയങ്കര എല്ലാരും മീൽസ് ആയോണ്ട് ടേബിൾ ബുക്കിംഗ് കറികളാണ്. എന്റെ പൊന്നെ ഇതെങ്ങനെ നമ്മളെത്തിക്കും? നമ്മളെത്തിച്ചേ പറ്റും. എനിക്ക് നല്ല വെറി ഉണ്ടല്ലോ. അതെ, ആര് വെറി? എനിക്കല്ല വെറിയുണ്ട്. അല്ല പഠിച്ചത് ഇതൊക്കെ ഒന്ന് കഴിക്കട്ടെ മക്കളെ. കഴിഞ്ഞതാ ഈ കപ്പന്നെ കൂട്ടിയിട്ടൊരു ഫിഷ് കറിയും കൂടി ഉണ്ട് കേട്ടോ. ഇതും കൂടി ഒന്ന് വെയ്യ, ആർക്കും വെയ്യ കേട്ടോ. എല്ലാരും മത്തായി എന്നൊക്കെ പറഞ്ഞാൽ മത്തായി. എന്നോട് തല വെട്ടി ചെറിയ എന്തെങ്കിലും സ്ഥലത്തേക്ക് പോവാ. പിന്നെ അതെല്ലാം നിങ്ങൾക്ക് നല്ല കുറച്ച് സാധനങ്ങളൊക്കെ കാണാനുണ്ട്. ഇവിടെ ഫ്രീ ആയിട്ടാണ് കേട്ടോ. നോക്കിക്കോ, നമ്മളെ ഇന്നുമോളും ഉണ്ണിമോനും അവരൊക്കെ ഇതാട്ടോ അതിന്റെ വേല നിൽക്കുന്നുണ്ട്. ഇവിടെ എത്ര ദൂരത്തുണ്ട് ഇത്. ഞങ്ങൾ പക്ഷെ ഞാൻ സ്റ്റെപ്പ് കയറേണ്ട വെച്ചാൽ ഞങ്ങൾ കയറിയിട്ടില്ല. ഞങ്ങളിവിടെ ഇതാ ഈ കോട്ടൻ്റെ മുകളിലാണ്. ഇതാ ആ ടവറിൻ്റെ പുറത്താണ് കുട്ടികളുള്ളത് കേട്ടോ. നല്ല രസമുണ്ട് ഇവിടെ കോട്ടയിലൊക്കെ കാണാൻ വേണ്ടിയിട്ട്. നല്ല വെയിലൊക്കെ ഉണ്ട്, പക്ഷെ ഇങ്ങനെ നടന്ന് കാണാനോ രസം. പൊളി. മറ്റുള്ളമാർ കോട്ടൻ്റെ മേലൊക്കെ നല്ല വലിഞ്ഞു കയറിയിട്ടേ ഇപ്പൊ ക്ഷീണിച്ച് നിൽക്കുക, കാലുവേദന മാറിയിട്ട് താഴ്ത്തി വരാന്ന് പറഞ്ഞത്. പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോകാൻ നിന്നില്ല. ഞങ്ങൾ നേരെ തിരിച്ച് ആറ്റിങ്ങൽ തന്നെ പോയി. ആറ്റിങ്ങലാണ് നമ്മുടെ ബസ് വരുന്ന സമയം കേട്ടോ. രാത്രി 8 മണിക്കേ വരുള്ളൂ. അപ്പോൾ എന്തായാലും ഞങ്ങൾ അവിടെ അടുത്ത് തന്നെ ഫുഡൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു. എന്നാലും നമുക്ക് നമ്മളെ ഡ്രൈവറെ പറഞ്ഞു വിടാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ പിന്നെ മൂപ്പര് നമ്മളെ കൂടെ തന്നെ ഉണ്ടാവില്ലേ. അപ്പോൾ എന്തായാലും ഒരു ഈവനിങ് വരെ മൂപ്പര് തന്നെ എല്ലായിടത്തും കൊണ്ടേ കറക്കിയൊക്കെ തന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ ആറ്റിങ്ങൽ KFCന്റെ മുന്നിൽ ഡ്രോപ്പ് ചെയ്തു. ഓക്കെ, നമ്മളെ ട്രിപ്പിലത്തെ ലാസ്റ്റ് ഫുഡാണ് ഗൈസ്. നല്ല KFC ആണ്. ഇത് കഴിച്ച് ബസ്സിൽ ഒറ്റ കയറ്റം. ഓക്കെ, അതെ നമ്മൾ ഇനി ഒന്നും ചോദിക്കരുത്, ആരൊന്നും വേണ്ടത്. ഈ ട്രിപ്പിലത്തെ എല്ലാം അവസാനിച്ചിരിക്കുന്നു എന്നൊക്കെ. ഞങ്ങളിതാ തിരുവനന്തപുരം തലസ്ഥാനി നഗരിയിലാണ്. ഞങ്ങളുടെ ബസ് കാത്ത് നിൽക്കുകയാണ് കേട്ടോ. ഒരു 8 o'clock നമ്മുടെ ബസ്. ഇതാ ഇപ്പോൾ വരും, ഇങ്ങനെ വെയിറ്റിങ്ങിലാണ്. അങ്ങനെ ഇതാ ഞങ്ങള് ബസ്സൊക്കെ വന്നു. ഞങ്ങളെല്ലാവരും ബസ്സിൽ കയറി. സുലത്ത് ട്രെയിനിന് ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ കൺഫേം ആയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഈവനിങ് ആയപ്പോഴത്തേനും ടിക്കറ്റ് കിട്ടിയില്ല. അപ്പം ഞങ്ങൾ അവൾക്കും കൂടി സീറ്റ് എടുത്ത്, അവളും ബസ്സിൽ തന്നെ ഉണ്ട് കേട്ടോ. പാവം അതേ പേടി, പക്ഷെ കുറച്ച് പേടി കുറവുണ്ട്. ആള് ഫ്രണ്ട് സീറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട് സീറ്റിൽ ഇരിക്കുകയാണ്, കിടക്കാനൊന്നും ആളെ കിട്ടില്ല. അങ്ങനെ എന്തായാലും ഒരുവിധം ഞങ്ങൾ നമ്മുടെ നാട്ടിലെത്തി. അതായത് രാത്രി 8 മണിക്ക് കയറിയിട്ട്
നെക്സ്റ്റ് ഡേ ഒരു 3-3:30 ആ ടൈമിൽ നമ്മൾ വീട്ടിലെത്തി കേട്ടോ, സുലുത്താൻ്റെ വീട്ടിൽ. അങ്ങനെ കുറേ ദിവസങ്ങളെടുത്ത് പ്ലാൻ ചെയ്ത ഞങ്ങളുടെ ഈ ഒരു വർക്കല ട്രിപ്പ് ഇവിടെ കഴിഞ്ഞു. നല്ല രസമായിരുന്നു കേട്ടോ. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു കോമ്പിനേഷനിൽ ടൂർ പോകുന്നത്. അപ്പോൾ നല്ല രസമായിരുന്നു. അപ്പോൾ ഇന്നലെ ഞങ്ങൾ പോയിട്ടുള്ള സൺവ്യൂ ബീച്ച് റിസോർട്ടിൻ്റെ ഡീറ്റെയിൽസും അതുപോലെ ഞങ്ങൾ ബോട്ടിംഗ് നടത്തിയില്ലേ മാംഗ്രോവ് സ്പോട്ട്, അതിൻ്റെ രണ്ടിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ വർക്കല എക്സ്പ്ലോർ ചെയ്യാത്തവർക്കൊക്കെ മസ്റ്റായിട്ട് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട് കേട്ടോ, അടിപൊളിയാണ്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ ഇട്ട് തരാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും. Living life, every day, late at night, not okay. All I want, and I pray, all I need are some better days. I'm looking in the mirror, so foggy, but I've never seen clearer. I don't really think anyone can save me, and honestly I'm not really sure I want saving. I like to be my own worst enemy. There's no risk if you don't try at anything, so I'ma just keep buying everything. See you in the next life, have to be a better me. I don't think that my head's on straight, gotta flip it and grip it.